ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ടീം കളി ജയിച്ചപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. രാജസ്ഥാന് സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPL-ലെ എല്ലാ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് ഗുജറാത്താണ്. അവർക്ക് 10 പോയിന്റ് ഉണ്ട്. ഗുജറാത്ത് 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു ടീമിനെ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ മിനിമം 16 പോയിന്റെങ്കിലും ആവശ്യമാണ്. അതുകൊണ്ട് ഇനി ഗുജറാത്തിന് പ്ലേ ഓഫിലെത്താൻ 3 കളി മാത്രം ജയിച്ചാൽ മതി. ഇതുപോലെ തന്നെയാണ് ഡൽഹി ടീമിന്റെയും അവസ്ഥ. അവർക്കും 10 പോയിന്റ് ഉണ്ട്. രണ്ട് ടീമുകളും 7 മാച്ചാണ് കളിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ RCB 3-ാം സ്ഥാനത്താണ്. അവർക്കും 10 പോയിന്റ് ഉണ്ട്. RCB ഇതുവരെ 8 മാച്ച് കളിച്ചിട്ടുണ്ട്. RCB-യും 80% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. 4-ാം നമ്പറിലുള്ളത് പഞ്ചാബാണ്. പഞ്ചാബിനും 10 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് പഞ്ചാബ് ഇപ്പോൾ സേഫ് ആണ്. ഇനി 5-ാം സ്ഥാനത്തുള്ളത് ലക്നൗ ആണ്. അവർക്കും 10 പോയിന്റ് ഉണ്ട്. ഈ 5 ടീമുകളാണ് ഈ IPL-ലെ മികച്ച ടീമുകൾ. ഇനിയിപ്പോൾ 6-ാം സ്ഥാനത്തുള്ളത് മുംബൈ ആണ്. മുംബൈക്ക് 8 പോയിന്റ് ഉണ്ട്. മുംബൈ ഇതുവരെ 8 മാച്ച് കളിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള മാച്ചുകളിൽ ജയിച്ചാൽ മുംബൈക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലെത്താം. ഇതേ സമയം 7-ാം സ്ഥാനത്ത് കൊൽക്കത്തയാണ്. അവർക്ക് 6 പോയിന്റാണുള്ളത്. ചെന്നൈ ഇന്നത്തെ മാച്ച് തോറ്റതോടുകൂടി അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി CSK ടീം കയറി വരുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല. പോയിന്റ് ടേബിളിൽ ലാസ്റ്റ് സ്ഥാനത്താണ് CSK. 9-ാം സ്ഥാനത്ത് SRH ഉണ്ട്. അവർക്കും 4 പോയിന്റ് ആണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസ് 8-ാം സ്ഥാനത്താണ്. 8 മാച്ചിൽ നിന്ന് 4 പോയിന്റ് രാജസ്ഥാനുണ്ട്. ഇനിയുള്ള മാച്ചുകളിൽ രാജസ്ഥാൻ ജയിച്ചാൽ രാജസ്ഥാനെ പ്ലേ ഓഫിലെത്താൻ സാധിക്കും. ഇനിയുള്ള ഓരോ മാച്ചും അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതുവരെ 6 മാച്ചിൽ രാജസ്ഥാൻ തോറ്റിട്ടുണ്ട്. ആകെ കൂടി 2 മാച്ചിൽ മാത്രമാണ് രാജസ്ഥാൻ ജയിച്ചിരിക്കുന്നത്. അവസാനത്തെ 2 മാച്ച് ജയിക്കേണ്ടതായിരുന്നു. അത് രാജസ്ഥാൻ അനാവശ്യമായിട്ട് കൊണ്ടുകളഞ്ഞു. ഇനി വരാൻ പോകുന്ന മാച്ച് എല്ലാ ടീമുകൾക്കും നിർണായകമാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.